നെഹ്റു ട്രോഫി വള്ളംകളി അതിന്റെ ഫലനിർണ്ണയം വലിയ തർക്കത്തിലേക്കാണ് നയിച്ചത്. അതിൽ അപ്പീൽ ജൂറിയുടെ യോഗം ഇന്ന് നടക്കുകയാണ്. കളക്ടർ പങ്കെടുക്കുന്ന യോഗത്തിൽ പരാതി സാങ്കേതികമായി പരിശോധിക്കും. പരാതിക്കാരായ ക്ലബ്ബുകളെയും ചുണ്ടൻവള്ള സമിതിക്കാരെയും കേൾക്കുന്ന സമിതി വിധികർത്താക്കളെയും വിളിച്ചു വരുത്തും. ഫൈനലിന്റെ ദൃശ്യങ്ങൾ ഉൾപ്പെടെ സമിതി പരിശോധിക്കും. നമ്മൾ 70ാമത് നെഹ്റു ട്രോഫി ബോട്ട് റേസുമായിട്ട് ബന്ധപ്പെട്ട് നമ്മൾ അതിന്റെ റിസൾട്ട് ഡിക്ലെയർ ചെയ്ത പരാതികളൊക്കെ വന്നിരുന്നു. നമ്മളെ സംബന്ധിച്ചോളം നമ്മൾ ഫോട്ടോ ഫിനിഷിന്റെ ആഭിമുഖ്യത്തിലാണ് നമ്മൾ ഈ തീരുമാനങ്ങളൊക്കെ എടുത്തത്. അപ്പോൾ അതിനെക്കുറിച്ചുള്ള പരാതികൾ നമ്മൾ നിലവിൽ നമുക്കുള്ള സംവിധാനം അപ്പീൽ ജൂറി കമ്മിറ്റിയുണ്ട്. നമ്മുടെ നിയമാവലി അനുസരിച്ച് 3 മണിക്ക് ആ കമ്മിറ്റി വിളിച്ച് കൂട്ടിയിട്ടുണ്ട്. നമ്മൾ ഈ കമ്മിറ്റിയിൽ നമ്മളെ ജൂറിയിൽ ഉള്ള ആൾക്കാർ ഇതിനായിട്ട് ബന്ധപ്പെട്ട് ഈ 2 ഭാഗം നമ്മുടെ നടുഭാഗം ചുണ്ടൻ ഉൾപ്പെടെ നമ്മുടെ വില്ലേജ് ബോട്ട് ഉൾപ്പെടെയുള്ള 2 ബോട്ട് ക്ലബ്ബുകളുടെയും പ്രതിനിധികളെ വിളിച്ച് സംസാരിക്കുകയും ഒരു ആക്ഷേപം സ്വീകരിക്കുകയും അവർക്കുള്ള മൊഴിയിൽ രേഖപ്പെടുത്തുകയും അതോടൊപ്പം തന്നെ നമ്മുടെ 2 ആക്ഷേപം വന്നിരിക്കുന്നത് സ്റ്റാർട്ടിങ്ങിനെ പറ്റി ആക്ഷേപമാണ്. നടുഭാഗത്തിന് പറഞ്ഞേക്കുന്നത് സ്റ്റാർട്ടിങ്ങിനെ പറ്റി ആക്ഷേപമാണ്. അതോടൊപ്പം തന്നെ ഫിനിഷിങ്ങിനെ പറ്റി ആണ് നമ്മുടെ മറ്റ് വിഷയമുള്ളത്. അപ്പോൾ ഇത് 2 സ്റ്റാർട്ടേഴ്സിനെ ഉൾപ്പെടെ ജഡ്ജസിനെ ഉൾപ്പെടെ ടീമിനെ കേട്ടതിന് ശേഷം നമ്മുടെ വിഷ്വൽസൂടെ പരിശോധിച്ച് തീരുമാനമെടുക്കാമെന്നാണ് ഉദ്ദേശിക്കുന്നത്. കളക്ടറുടെ പ്രതികരണമാണ് കണ്ടത്. ശരണ്യ സ്നേഹജൻ ചേരുന്നുണ്ട് നമ്മോടൊപ്പം. ശരണ്യ, അത് ആവേശം ഗംഭീരാവേശമായിരുന്നു. പക്ഷേ അതിനേക്കാൾ വലിയ തർക്കത്തിലേക്കാണ്, മത്സരത്തെക്കാൾ വലിയ തർക്കത്തിലേക്കാണ് കാര്യങ്ങൾ ഏറ്റവും ഒടുവിൽ പോയത്. എനിക്ക് തോന്നുന്നു ലൈവില് ഞാനും ശരണ്യ അങ്ങോട്ടും ഇങ്ങോട്ടും തർക്കമായിരുന്നു ആരാണ് ജയിച്ചത്. കണ്ണുകൊണ്ട് കാണാൻ പറ്റാത്ത രീതിയിലുള്ള പ്രകടനമായിരുന്നു രണ്ടുപേരും കാഴ്ചവെച്ചത്. അത് ഇത്രത്തോളം വലിയ തർക്കത്തിലേക്ക് എത്തുമെന്ന് ഞങ്ങൾ അന്നേരം ആ സമയത്ത് കരുതിയിരുന്നില്ല, അല്ലേ ശരണ്യ? ഗുഡ് മോർണിംഗ് എൽദോ, അശ്വതി. തീർച്ചയായിട്ടും ഏറ്റവും ആവേശകരമായ നെഹ്റു ട്രോഫിയുടെ ചരിത്രത്തിൽ തന്നെ ഏറ്റവും ആവേശകരമായ മത്സരമായിരുന്നു 70ാമത് നെഹ്റു ട്രോഫി ജലമേളയുടേത്. നഗ്നനേത്രങ്ങൾ കൊണ്ട് ആരാണ് വിജയിച്ചതെന്ന് തിരിച്ചറിയാൻ പോലും കഴിയാത്തത്ര മനോഹരമായൊരു ഫിനിഷിംഗ് ആയിരുന്നു എല്ലാ വള്ളങ്ങളും ആ ഒരു ഘട്ടത്തിൽ ഉണ്ടായിരുന്നത്. പ്രത്യേകിച്ച് നടുഭാഗവും വിയപുരവും കാരിച്ചാലും ഒപ്പത്തിനൊപ്പം തുഴഞ്ഞു കയറുന്ന ദൃശ്യം. ഒരു ഘട്ടം വരെയും വിയപുരം ഈ 3 വള്ളങ്ങളും ഒരേ രീതിയിൽ തന്നെ മുന്നോട്ട് പോയിരുന്നു. പിന്നീട് ഫിനിഷിംഗ് ലൈനിലേക്ക് വരുമ്പോൾ കാരിച്ചാലിനും ഒപ്പം തന്നെ വിയപുരത്തിനും അല്പം മുന്നേറ്റം ഉണ്ടാകുന്നു. അവർ മുന്നിലേക്ക് കയറുന്നു. പക്ഷെ ആര് ജയിച്ചു എന്ന് നേരത്തെ അശ്വതി സൂചിപ്പിച്ചതുപോലെ തന്നെ നമുക്ക് ആകെ കൺഫ്യൂഷൻ ഉണ്ടാക്കുന്ന രീതിയിലുള്ള ഒരു വിജയമായിരുന്നു എന്ന് തന്നെ പറയാം. പക്ഷേ വളരെ കൃത്യതയാർന്ന ഒരു സംവിധാനമാണ് ഇത്തരത്തിൽ മൂല്യനിർണ്ണയത്തിന് അല്ലെങ്കിൽ വിജയികളെ നിർണ്ണയിക്കുന്നതിനായി ഉപയോഗിക്കുന്നതെന്നാണ് ജില്ലാ ഭരണകൂടവും NDBR-ഉം അവകാശപ്പെടുന്നത്. ഇൻഫ്രാറെഡ് രശ്മികൾ പതിക്കുമ്പോൾ, അതായത് വള്ളം കടന്നു പോകുന്ന സമയത്ത് ഇൻഫ്രാറെഡ് രശ്മികൾ പതിക്കുന്നതിന്റെ സമയക്രമം അനുസരിച്ചിട്ടാണ് ഇത്തരത്തിൽ ആ ഒരു സമയം നിശ്ചയിക്കുന്നത് എന്നുള്ളതാണ്. പക്ഷേ ആദ്യഘട്ടം മുതൽ തന്നെ നമുക്കറിയാം 4.29.785 മൈക്രോ സെക്കൻഡുകളാണ് കാരിച്ചാൽ ചുണ്ടനായി രേഖപ്പെടുത്തിയത്. പള്ളാത്തുരുത്തി ബോട്ട് ക്ലബ്ബ് തുടങ്ങിയ കാരിച്ചാൽ ചുണ്ടനായിരുന്നു ഈ വള്ളംകളിയിൽ 70ാമത് നെഹ്റു ട്രോഫി ജലവേളയിൽ 5ാമതും ചരിത്ര നേട്ടം കുറിച്ചുകൊണ്ട് തുടർച്ചയായി 5 തവണ വിജയം കൈവരിക്കുന്ന വള്ളവും ക്ലബ്ബായി PBC വരികയും ഒപ്പം തന്നെ കാരിച്ചാൽ 1ാം സ്ഥാനത്തേക്ക് എത്തുകയും ചെയ്തിരുന്നു. എന്നാൽ അതിൽ നിന്നും വെറും 5 മൈക്രോ സെക്കൻഡുകളുടെ വ്യത്യാസത്തിൽ, അതായത് 4.29.790 എന്ന 5 മൈക്രോ സെക്കൻഡുകളുടെ വ്യത്യാസം വിയപുരം ചുണ്ടനുണ്ടാവുകയും കാരിച്ചാലിനെ വിജയികളായി പ്രഖ്യാപിക്കുകയും ചെയ്തിരുന്നു. എന്നാൽ ഈ 5 മൈക്രോ സെക്കൻഡ് കണക്കാക്കിയതിനെ സംബന്ധിച്ചുള്ള തർക്കമാണ് ഇപ്പോൾ നിലനിൽക്കുന്നത്. നമുക്ക് വിയപുരത്തിന്റെ അവകാശവാദം ആദ്യം മോണിറ്ററിൽ തെളിഞ്ഞ ഫലത്തിൽ 4.29.78 എന്നുള്ള ഈ ഒരു 5 മില്ലി സെക്കൻഡുള്ള വ്യത്യാസം ഇല്ലായിരുന്നു. ഒരേപോലെ തന്നെയാണ് ഫലം കാണിച്ചത്. അതിനുശേഷം 10 മിനിറ്റിനുള്ളിൽ തന്നെ എങ്ങനെയാണ് ഈ ഫലം മാറിമറിഞ്ഞത് എന്നുള്ള ചോദ്യമാണ് അവർ ഉന്നയിച്ചത്. നെഹ്റു പവലിയൻ തന്നെ പ്രതിഷേധമുണ്ടായി. പിന്നീട് പോലീസിന് ലാത്തിചാർജൊക്കെ നടത്തേണ്ട സാഹചര്യത്തിലേക്ക് കാര്യങ്ങൾ എത്തിയിരുന്നു. തൊട്ട് പിറ്റേ ദിവസം തന്നെ നടുഭാഗം ചുണ്ടനും കുമരകം ടൗൺ ബോട്ട് ക്ലബ്ബ് തുടങ്ങിയ നടുഭാഗം ചുണ്ടനും ആരോപണവുമായി രംഗത്തെത്തി. സ്റ്റാർട്ടിങ്ങിൽ വലിയ പിഴവുണ്ടായിരുന്നു. സ്റ്റാർട്ടിംഗ് സമയത്ത് തങ്ങൾക്കെതിരായി കുറുകെ ഒരു ബോട്ട് കിടക്കുന്ന ഒരു സാഹചര്യമുണ്ട്. അതിന് ദൃശ്യങ്ങൾ സഹിതം നൽകി അവർ ആരോപണം ഉന്നയിച്ചു. പള്ളാത്തുരുത്തി ഉപയോഗിച്ച തുഴകളെ സംബന്ധിച്ചും ആക്ഷേപമുയർന്നു. പനംതുഴകൾക്ക് പകരം ഉപയോഗിച്ചത് തടിത്തുഴകളും ഇരുമ്പ് തുഴകളുമാണെന്നൊക്കെയുള്ള ആക്ഷേപമൊക്കെ നിലനിൽക്കുന്നു. അങ്ങനെ വളരെ ത്രില്ലിംഗ് ആയി അവസാനിച്ച ഒരു ജലമേള വലിയ തർക്കത്തിലേക്ക് പോകുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു.
ശരിക്കും വിയപുരത്തെ സംബന്ധിച്ചിടത്തോളം ഈ പരാജയം ഒരു വിജയത്തിന് തുല്യമായ ഒരു പരാജയമായിരുന്നു. അത്ര ചെറിയ 5 മൈക്രോ സെക്കൻഡുകളുടെ വ്യത്യാസത്തിൽ എന്നുള്ള ഒരു കണക്ക് പരിശോധിക്കുമ്പോൾ അവർക്കും അത് അക്സെപ്റ്റ് ചെയ്യാൻ കഴിയുന്നില്ല. അതുകൊണ്ട് 2 വള്ളങ്ങൾക്ക് തർക്കമുണ്ട്. കാരിച്ചാലിന്റെ വിജയത്തെ സംബന്ധിച്ച് അത് നടുഭാഗത്തിനും ഒപ്പം തന്നെ വിയപുരത്തിനുമാണ്. വില്ലേജ് ബോട്ട് ക്ലബ്ബ് കൈനഗിരിയാണ് വിയപുരം വള്ളം തുഴഞ്ഞത്. എന്തായാലും ഇന്ന് ഇത് ഒരു അപ്പീൽ ജൂറിയുടെ മുന്നിലേക്ക് ഈ തർക്കം വരുന്നു എന്നുള്ളതാണ്. വൈകിട്ട് 3 മണിക്ക് ജില്ലാ കളക്ടറുടെ നേതൃത്വത്തിൽ NDPR അംഗങ്ങൾ ഒപ്പം തന്നെ ഇതിന്റെ വിജയികളെ നിർണയിച്ച ജഡ്ജസ്മാരടക്കമുള്ള ആളുകളെ പങ്കെടുപ്പിച്ചുകൊണ്ട് ഇതിന്റെ ശാസ്ത്രീയമായ രേഖകൾ അവർ പരിശോധിക്കും. ഒപ്പം തന്നെ വള്ളം ഫിനിഷ് ചെയ്യുന്ന ദൃശ്യങ്ങൾ അടക്കമുള്ള കാര്യങ്ങൾ പരിശോധിച്ച ശേഷമായിരിക്കും ഇതിനകത്ത് ഒരു തീരുമാനത്തിലേക്ക് പോവുക. പക്ഷേ അന്തിമ തീരുമാനമാണോ എന്ന് നമുക്ക് പറയാൻ കഴിയില്ല. കാരണം ഈ അപ്പീൽ ജൂറിയുടെ തീരുമാനത്തിലേക്ക് പോയതിനു ശേഷം, അതായത് ജൂറിയുടെ തീരുമാനം എന്താണ് അത് അറിഞ്ഞ ശേഷം തങ്ങൾ കോടതിയിലേക്ക് പോകും എന്നുള്ളത് വിയപുരവും ഒപ്പം തന്നെ കൈനഗിരി ബോട്ട് ക്ലബും VBC കൈനഗിരിയും അറിയിച്ചിട്ടുണ്ട്. അതുകൊണ്ട് മറ്റൊരു കാര്യം, ഈ അപ്പലേറ്റ് ബോഡിയിൽ ഒരു തീരുമാനം ഉണ്ടായി കഴിഞ്ഞാൽ പിന്നെ കൂടുതൽ സാധ്യതയുണ്ടോ VBC ഉന്നയിച്ച മറ്റ് 2 കാര്യം കൂടിയാണ്. ഒന്ന്, സ്റ്റാർട്ടിംഗ് പോയിന്റിൽ കറക്റ്റ് ആയിട്ട് റിലീസ് ചെയ്തില്ല അവരെ എന്നുള്ള ആരോപണം. 2, പിന്നെ കാരിച്ചാൽ തുഴഞ്ഞതിൽ ഇരുമ്പ് കൊണ്ടുള്ള തുഴയുണ്ടായിരുന്നു. തുഴയ്ക്ക് സാധാരണ പന തുഴയ്ക്ക് പകരം ഇരുമ്പ് കൊണ്ടുള്ള തുഴയും ഒക്കെ ഉപയോഗിച്ചിരുന്നു എന്നുള്ളത് ഒരുപാട് വിഷ്വൽസ് ഒക്കെ കാണിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ ഇതൊക്കെ ഈ അപ്പലേറ്റ് ബോഡിക്ക് മുന്നിൽ വരുന്നുണ്ടോ? തീർച്ചയായിട്ടും അതെല്ലാം വരും. കാരണം എൽദോ ഇതിനകത്ത് പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് സ്റ്റാർട്ടിങ്ങിനെ സംബന്ധിച്ച പിഴവ് ആരോപിച്ചത് VBC അല്ല, മറിച്ച് കുമരകം ടൗൺ ബോട്ട് ക്ലബ്ബ് തുഴഞ്ഞ നടുഭാഗം ചുണ്ടനാണ് സ്റ്റാർട്ടിങ് സംബന്ധിച്ചത്. അതായത് അവര് സ്റ്റാർട്ട് ചെയ്യരുത് എന്ന് ഈ ജഡ്ജ് ഇവരെ കാണിച്ചിട്ടും സ്റ്റാർട്ടിംഗ് ലൈനിലുള്ളവരെ കാണിച്ചിട്ടും ആ ബോട്ട് അവരുടെ സഞ്ചാരത്തിന് തടസ്സമാകുന്ന രീതിയിൽ ഒരു ബോട്ട് കടന്നു വരുന്നുണ്ട് എന്നത് അറിയിച്ചിട്ട് പോലും അത് പരിഗണിക്കാതെ ആ സ്റ്റാർട്ടിംഗ് അപ്പോൾ തന്നെ കൊടുത്തു എന്നുള്ള ആക്ഷേപമാണ് നടുഭാഗം ഉന്നയിക്കുന്നത്. ഒപ്പം തുഴകളെ സംബന്ധിച്ചും ടൈമിങ്ങിൽ കൃത്രിമത്വം കാണിച്ചു എന്നുള്ള ആരോപണം. അതായത് ഒരേപോലെ വന്ന ടൈം പെട്ടെന്ന് 10 മിനിറ്റ് കൊണ്ട് എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്ത് മാറി മറിഞ്ഞ് അടുത്ത ഇത് വരുന്നു എന്നുള്ളത്. കാരണം എല്ലാ പ്രാവശ്യവും നെഹ്റു ട്രോഫിയെ സംബന്ധിച്ച് പലപ്പോഴും തർക്കം ഉണ്ടാകാറുണ്ട്. ആ തർക്കത്തിൽ വലിയ വിശദമായ ചർച്ച നടത്തി ഫലം പ്രഖ്യാപിക്കുമ്പോൾ 2 കൂട്ടരെയും ബോധ്യപ്പെടുത്തിയ ശേഷമാണ് ഒരു ഫലം പ്രഖ്യാപനം ഉണ്ടാകുന്നത്. പക്ഷെ ഇത് വളരെ വേഗത്തിലായി പോയി. അല്ലെങ്കിൽ പരാജയപ്പെട്ട വളരെ മൈക്രോ സെക്കൻഡുകളുടെ വിജയത്തിന് തുല്യമായ പരാജയത്തിലേക്ക് എത്തിയ ക്ലബിനെ എന്തുകൊണ്ട് നിങ്ങൾ പരാജയപ്പെട്ടു, ഇതിലേക്ക് ഈ കണക്കുകൾ എന്താണ് ആദ്യം വന്ന വ്യത്യാസം എന്നുള്ളത് ബോധ്യപ്പെടുത്താനായി ഈ സമിതിക്ക് കഴിഞ്ഞില്ല, അല്ലെങ്കിൽ ജില്ലാ ഭരണകൂടത്തിന് കഴിഞ്ഞില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. അത് വലിയ പ്രതിഷേധമായി മാറി. നമുക്കറിയാം ഓരോ ക്ലബ്ബുകൾക്കും കൃത്യമായ ആരാധകരുള്ള ഒരു മേളയാണ്, ഒരു മത്സര ഇനമാണ് നെഹ്റു ട്രോഫി ജലമേള. അതുകൊണ്ട് തന്നെ നവമാധ്യമങ്ങളിലടക്കം വിജയികളും കപ്പിനും ചുണ്ടിനും ഇടയിൽ നിന്ന് പോലും പറയാൻ പറ്റില്ല. കപ്പ് അകത്തേക്ക് പോയി, പക്ഷെ ചായ കുടിക്കാൻ കഴിഞ്ഞില്ല എന്നുള്ള അവസ്ഥയിലാണ് വിയപുരം നിൽക്കുന്നത്. അതുകൊണ്ട് തന്നെ ഈ നവമാധ്യമങ്ങളിലടക്കം ഇരു ഗ്രൂപ്പുകളും തർക്കങ്ങളും വലിയ കാര്യങ്ങളുമായി വലിയ വെല്ലുവിളികളും ഒക്കെയായി പോകുന്നുണ്ട്. എന്തായാലും നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ ഈ അപ്പലേറ്റ് ജൂറിയുടെ ഒരു തീരുമാനം അത് വളരെ പ്രധാനപ്പെട്ട തീരുമാനമായിരിക്കും. അതിനപ്പുറത്തേക്ക് കോടതിയിൽ പോയി എത്രമാത്രം അത് വിജയിക്കാൻ കഴിയുമെന്നുള്ള കാര്യം സംശയമാണ്. അതാണ് പ്രധാനപ്പെട്ട ഈ ഒരു അപ്പലേറ്റ് ബോഡി നിശ്ചയിച്ചിട്ടുണ്ടെങ്കിൽ അത് ഏതൊക്കെ കോടതിയും ആ ഒരു തീരുമാനത്തെ മാനിക്കും, ഗൗരവത്തിലെടുക്കും എന്നുള്ളതാണ്. ശരി ശരണ്യ, എന്തായാലും ചായ കുടിക്കട്ടെ. അതെ, ശരണ്യ ഒരു ചായ കുടിക്കട്ടെ. ശരണ്യ ഒരു നല്ല ദിവസം ആശംസിക്കുകയാണ്.